ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് സബോളയും 1/4 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത ദോശമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് വാഴയുടെ ഇലയാണ്. ഇത് വാട്ടിയ വാഴ ഇലയാണ് കേട്ടോ. വാഴയില വാട്ടുക എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സ്റ്റൗമ്മ വെച്ചിട്ട് വാഴല അങ്ങടും ഇങ്ങടും തിരിച്ചിട്ട് കൊടുത്താൽ വാഴല വാടി കിട്ടും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ലല്ലോ, അതാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ഇലയിലേക്ക് ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മീതേക്ക് ഈ വെജിറ്റബിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ദോശമാവ് ഒരു കയ്യിലും കൂടി അതിൻ്റെ മീതെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു കിഴി പോലെ കെട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് കെട്ടണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടൊക്കെ അത് കൂട്ടി പിടിച്ചിട്ട് ടൂത്ത് പിക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നൂല് വെച്ചിട്ട് തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. ഇനി നമുക്കിത് എല്ലാം ഇതുപോലെ ഒരു കിഴി പോലെ കെട്ടിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കണ ഒരു സ്റ്റീമറിലേക്ക് ഞാനിത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. ഇത് വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇലയിൽ വാട്ടിയെടുക്കുന്ന കാരണം നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. വാഴയിലയിൽ വാട്ടിയെടുക്കുന്നത് കൊണ്ട് വെജിറ്റബിൾസൊക്കെ നന്നായി ചേർത്തതുകൊണ്ട് നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ്. ഇതിൽ നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടുതൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയ ഒരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.